കൊല്ലം പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 109ആയി. പരവൂർ സ്വദേശി പ്രസന്നൻ, പള്ളിപ്പുറം സ്വദേശി വിനോദ്, വവ്വക്കാവ് സ്വദേശി വിശ്വനാഥൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡൽഹിയിൽ നിന്നെത്തിയ വിദഗ്ധ മെഡിക്കൽ സംഘം യോഗം ചേർന്നു. ചികിത്സയിലുള്ളവരെ സംസ്ഥാനത്തെ പുറത്തേക്ക് കൊണ്ടുപോകണോ എന്ന കാര്യം യോഗത്തിൽ ചർച്ചയായി. പരിക്കേറ്റ 6 പേരെ കൂടി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അജിൻസ്, 1 മണിക്കൂറോളം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ടി.കെ. ഇളങ്കോവനും മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടറും ജില്ലാ കളക്ടർ ബിജു പ്രഭാകരും ആശുപത്രി സൂപ്രണ്ടും ഡൽഹിയിൽ നിന്നെത്തിയ എയിംസിലടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു നേതൃത്വത്തിലുള്ള ആളുകളുമായിരുന്നു മെഡിക്കൽ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ പ്രധാനമായും എടുത്തിരിക്കുന്ന തീരുമാനം, ഈ ഉന്നത സംഘം ആശുപത്രികൾ, തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികളെ ചെന്ന് സന്ദർശിച്ച് അവരുടെ നില മനസ്സിലാക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു തവണ കൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ഈ യോഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാറും പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്ന രോഗികൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക്, പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇന്ന് യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കുറേ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അവരെ ഇപ്പോൾ ഇവിടുന്ന് ഡൽഹിക്കോ അല്ലെങ്കിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കോ മാറ്റുന്നത് കൂടുതൽ അപകടമുണ്ടാക്കും എന്ന ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ചില രോഗികളുടെ ബന്ധുക്കൾ ഡൽഹിയിലേക്ക് മാറ്റാൻ സമ്മതം ഇവരെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പരിശോധനകൾ നടത്തി ഡോക്ടർമാർ മാറ്റാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം അവരെ ഡൽഹിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്ന് തിരുവനന്തപുരത്ത് 2 പേരാണ് മരിച്ചത്. കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പരവൂർ സ്വദേശി പ്രസന്നൻ, 46 വയസ്സുള്ള പ്രസന്നാണ് ഇന്ന് ആദ്യം മരിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 34 വയസ്സുള്ള വിനോദും മരിച്ചു. കൊല്ലത്തും ഒരാൾ മരിക്കുകയുണ്ടായി. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 8 പേർ ബേൺ ICUവിൽ ചികിത്സയിലാണ്. ഇതിൽ 7 പേരുടെ നിലയും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് പുതുതായി 6 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മരണസംഖ്യ 109ആയി. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ സംസ്ഥാനത്തിന് വെളിയിലേക്കോ ഡൽഹി എയിംസ് പോലുള്ള ഉന്നത ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കോ മാറ്റുന്നത് സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം മെഡിക്കൽ ബോർഡ് വീണ്ടും യോഗം ചേരും. റഹീസ്, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ ഇന്ന് ഇതുവരെ 15 പേരാണ് മരിച്ചത്. ഇതിൽ ഇന്നലെ 13 പേർ മരിച്ചിരുന്നു. ഇന്നലെ മരിച്ച 13 പേരിൽ 9 പേരെ മാത്രമേ തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. 4 പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കുറേ ആളുകൾ, മിസ്സിംഗ് ആയ ആളുകളുടെ ബന്ധുക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി എത്തുന്നുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കൊണ്ടുപോയി ഇത് തങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ എന്ന പരിശോധന ഇന്നലെ മുതൽ തന്നെ ആശുപത്രി അധികൃതർ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം ചിന്നി ചിതറിയ നിലയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് മുഖം നോക്കി ആളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. ശരീരത്തിലെ മറ്റ് എന്തെങ്കിലും അടയാളങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ആളുകളെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന പരിശോധനയാണ് ഇന്നും ആശുപത്രി അധികൃതർ നടത്തുന്നത്. ഇത് കൃത്യമായി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ തന്നെയാണ് ആശുപത്രി അധികൃതരുടെ തീരുമാനം. ഇക്കാര്യങ്ങൾ ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലും ചർച്ചയായിരുന്നു. കൂടുതൽ പരിശോധനകൾ ഇന്നും കൂടി നടത്തട്ടെ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, കാണാതായ ആളുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ മോർച്ചറിയിലെത്തി പരിശോധിപ്പിച്ചതിന് ശേഷം മൃതദേഹം തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ അവരെ വിട്ടു നൽകാം. അതല്ലെങ്കിൽ കുറേ ആളുകളെ കാണാതായ ഒരു സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാവൂ. മരിച്ചത് ആരാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഒക്കൂ എന്ന നിലപാടിൽ തന്നെയാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ഇന്നലെ മരിച്ച 9 പേരുടെ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം രാത്രിയോടെ തന്നെ വിട്ടു നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് മരിച്ച 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഈ 2 മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും.